ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 60ഓളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2009 ചോദിച്ചിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓവർസിയർ 3rd ഗ്രേഡിൻ്റെ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ മെമ്പേഴ്സ് ഓൺലി ആണ്. നിങ്ങൾക്ക് ആ 45 വീഡിയോസ് നിങ്ങൾക്ക് മാത്രമായിട്ട് കാണാൻ പറ്റുന്ന വീഡിയോസാണ്. എല്ലാവരും അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാ നോക്കാം. ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ കനോട്ട് ബി ഇംപ്രൂവ്ഡ് ബൈ. ഒരു സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റാത്തത് താഴെ കൊടുത്തിട്ടുള്ളത് ഏത് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. കൂട്ടാൻ പറ്റുന്നതല്ല, ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റാത്തത്, ഇംപ്രൂവ് ചെയ്യാൻ പറ്റാത്തത് ഏത് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ ആൻസർ മനസ്സിലാവും. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ, വാട്ടറിങ് ദ സർഫസ്. ഒരു മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ, വാട്ടർ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ഒരിക്കലും കൂടൂല, മറിച്ച് എന്ത് ചെയ്യുള്ളൂ, കുറയുകയേ ചെയ്യുള്ളൂ. എന്നാൽ ബാക്കിയുള്ളത് നോക്കുക, ഡ്രെയിനിങ് ഓഫ് സബ് സോയിൽ, താഴെ ഒരു സോയിലിൻ്റെ താഴെയുള്ള വെള്ളം എന്ത് ചെയ്യാം, ഒഴുക്കിക്കളയുക, ഡ്രെയിൻ ചെയ്ത് കളയുക. അപ്പോൾ നിലവിലുള്ള വെള്ളത്തിനെ, സബ് സോയിലുള്ള വെള്ളത്തിനെ ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബെയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ റാമിങ് ക്രഷ്ഡ് സ്റ്റോൺ ഇൻ സോയിൽ, സോയിൽ എന്ത് ചെയ്യുക, നല്ല കല്ലുകൾ എന്ത് ചെയ്യുക, അടിച്ച് താത്തുക, റാം ചെയ്യുക. അപ്പോൾ അങ്ങനെ സംഭവിച്ചാലും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ബെയറിംഗ് കപ്പാസിറ്റി കൂടും അല്ലേ. കല്ലുകൾക്ക് ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, നമുക്കറിയാം. ദെൻ ഡ്രൈവിംഗ് സാൻഡ് പൈൽ, സാൻഡ് പൈലുകൾ അടിച്ചു താത്തുക, അപ്പോഴും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ബെയറിംഗ് കപ്പാസിറ്റി കൂടും. അപ്പോൾ ഇവിടെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാത്തത് വാട്ടറിംഗ് ദ സർഫസ് ഓഫ് ദ സോയിൽ മാത്രമാണ്. സർഫസിൽ വാട്ടർ ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ബെയറിംഗ് കപ്പാസിറ്റി കൂടില്ല, മറിച്ച് ബെയറിംഗ് കപ്പാസിറ്റി കുറയുകയേ ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റോൺ വിച്ച് ഈസ് പ്രൊജക്ടിങ് ഫ്രം ദ ഫേസ് ഓഫ് എ വാൾ ടു സപ്പോർട്ട് ദ ജോയിസ്റ്റ് ഈസ് കോൾഡ് ആസ്. ഒരു വാൾ ഫേസിൽ നിന്ന് ഒരു സ്റ്റോൺ എന്ത് ചെയ്യാണ്, പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ സ്റ്റോണ് എന്ത് ചെയ്യും, മുകളിൽ വരുന്ന ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ പ്രൊജക്ഷനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയാമായിരിക്കും. ഇതിൻ്റെ ആൻസർ കോർബലാണ്. കോർബലിനെയാണ് പ്രൊജക്റ്റിംഗ് സ്റ്റോൺ എന്ന് പറയാം, വിച്ച് സപ്പോർട്ട് എ സ്ട്രക്ചർ. അതിന് മുകളിൽ വരുന്ന ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയും വാൾ ഫേസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുമായിട്ടുള്ള സ്റ്റോൺ ആണ് കോർബൽ. ഇനി വാട്ട് ഈസ് കോർണിസ്? നമ്മൾ കോർണിസ് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോർണിസ് നമ്മൾ സാധാരണ ആർക്കിടെക്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കോർണിസ് എന്നുള്ളത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്താണ്, ഒരു ലെയർ ഓഫ് ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ ആണ് എന്ത് ചെയ്യുക, മുകൾ ഭാഗത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കോർണിസ് എന്നാണ് വിളിക്കുന്നത്. ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ അറ്റ് ദി ടോപ്പ് ഓഫ് ദ വാൾ. എന്തിനു വേണ്ടിയിട്ട്? അപ്പിയറൻസിന് വേണ്ടിയിട്ട്, ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ കല്ലുകളാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് സിമെന്റിന്റെ മോർട്ടാർ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കേണ്ടത്, അതൊക്കെ നമ്മൾ കോർണിസ് എന്നാണ് പറയാറുള്ളത്. ഇനി വാട്ട് ഈസ് ത്രൂ സ്റ്റോൺ? ത്രൂ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ത്രൂ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല പേരുണ്ട്. ബോണ്ട് സ്റ്റോൺ എന്നും ടൈ സ്റ്റോൺ എന്നും പെർപ്പൻ സ്റ്റോൺ എന്നൊക്കെ എന്തുണ്ട്, അതിന് പേരുണ്ട്. സ്റ്റോൺ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോൺ മേസണറിയിൽ സ്റ്റോൺ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ലേ ചെയ്യുന്നതിൽ നിന്ന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും, ചില കല്ലുകളെ തിരിച്ചു വെക്കും. അങ്ങനത്തെ കല്ലുകളെയാണ് നമ്മൾ ത്രൂ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ബെഡ് ബ്ലോക്ക്? ബെഡ് ബ്ലോക്ക് നമുക്കറിയാം, സാധാരണ ബ്രിഡ്ജസിലൊക്കെ നമ്മൾ ബെഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ സ്ലാബ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലാബ് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫ്രീ മൂവ്മെന്റ് അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്ലാബ് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ എൻഡ് ഭാഗം റെസ്റ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും, ബെഡ് ബ്ലോക്കിലായിരിക്കും. ബെഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റിന്റെ ഒരു ബ്ലോക്കാണ്. അതിനെന്തായാലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ബെഡ് ബ്ലോക്ക് എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ ജോയിന്റ് ഇൻ ദ ബ്രിക്ക് മേസണറീസ്. ഒരു ബ്രിക്ക് മേസണറിയിൽ പാസ് ചെയ്ത് പോകുന്ന ആ വെർട്ടിക്കൽ ലൈനിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ ദ ജോയിന്റ് ഓഫ് ബ്രിക്ക് മേസണറി. ഒരു ബ്രിക്ക് മേസണറിയുടെ ജോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെർട്ടിക്കൽ ലൈൻ, അതിനെന്താണ് പറയുക? വെർട്ടിക്കൽ ജോയിന്റിനെയാണ് നമ്മൾ പെർപെൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. പെർപെൻഡ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇതാണ് എന്ത്, പെർപെൻഡ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ ജോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പെർപെൻഡ് എന്നാണ്. എന്നാൽ രണ്ട് പെർപെൻഡുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേര് ലാപ്പ് എന്നാണ്. ഓക്കെ,
ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മേസണറി യൂണിറ്റ്. ഒരു മേസണറി യൂണിറ്റിന്റെ ഹൊറിസോണ്ടൽ ലെയറിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതിനെയാണ് കോഴ്സ് എന്ന് പറയുക. ഒരു കോഴ്സ് ഓഫ് ബ്രിക്ക് എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ കോഴ്സ് ഓഫ് സ്റ്റോൺ എന്നാണ് പറയുക. അപ്പോൾ ഒരു ലെയർ ഓഫ് ബ്രിക്ക് മേസണറി അല്ലെങ്കിൽ ഒരു ലെയർ ഓഫ് സ്റ്റോൺ മേസണറിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ബെഡ്? ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു സ്റ്റോണിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അണ്ടർ സർഫസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മളൊരു കോഴ്സ് ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ടോപ്പ് പോർഷൻ പിന്നെ എന്താണ്? അടുത്ത ലെയറിനുള്ള ബെഡാണ് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ദെൻ ഫേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് മേസണറിനെ എന്ത് ചെയ്യും? കംപ്ലീറ്റ് മേസണറി ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിലാണ് നിർത്തിയിട്ടുണ്ടാവും അല്ലേ? ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഹെഡർ ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്. അപ്പോൾ എങ്ങനെയാണോ ബ്രിക്കുകളെ ലേ ചെയ്തിട്ടുള്ളത് ആ ഒരു ടോട്ടൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോപ്പ് ഓഫ് ഗ്രൗണ്ട് ഓൺ വിച്ച് ദ ഫൗണ്ടേഷൻ ഓഫ് റോഡ് റെസ്റ്റ് ഈസ് കോൾഡ് ആസ്. ഒരു റോഡിന്റെ ഫൗണ്ടേഷൻ, അതിന് നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ്. ടോപ്പ് ഓഫ് ഗ്രൗണ്ട്, ഗ്രൗണ്ടിന്റെ ടോപ്പാണ്, എന്നാൽ ഒരു റോഡിന്റെ ഫൗണ്ടേഷൻ ആണ്. അതിന് നമ്മൾ പറയുന്ന പേര് സബ് ഗ്രേഡ് എന്നാണ്. സാധാരണ സോയിൽ സബ് ഗ്രേഡ് എന്ന് പറയും. നമുക്കറിയാം ശരിക്കും സബ് ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് തന്നെയാണ്. പക്ഷേ ഈ സബ് ഗ്രേഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? റോഡ് അലൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ സബ് ഗ്രേഡ് യൂഷ്വലി ഇതൊരു 15 സെന്റിമീറ്റർ ഒക്കെയാണ് ഉണ്ടാവുക. അത് നന്നായിട്ട് റാം ചെയ്യും അല്ലേ? എന്തിനാണ് റാം ചെയ്യുന്നത്? അതിന്റെ മുകളിൽ വരുന്ന ലോഡിനെ പ്രോപ്പറായിട്ടും അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ് ഗ്രേഡ് റാം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സബ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മണ്ണ് തന്നെയാണ്. ആ മണ്ണ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു 15-20 സെന്റിമീറ്റർ തിക്കായിട്ട് റാം ചെയ്ത് ഹൊറിസോണ്ടലാക്കി മാറ്റിയിട്ടുണ്ടാവും. സോ അതിനെയാണ് സബ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുക, ഒരു റോഡിന്റെ ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണെങ്കിൽ അതിന്റെ ലെയറുകൾ എടുത്താൽ ഏറ്റവും താഴെ ഉള്ളത് സബ് ഗ്രേഡ് ആണ്, സോയിൽ സബ് ഗ്രേഡ് ആണ്. അതിന്റെ മുകളിൽ എന്തുണ്ടാവും? ബേസ് കോഴ്സുകൾ ഉണ്ടാവും, സബ് ബേസ് കോഴ്സും അതേപോലെ തന്നെ ബേസ് കോഴ്സും ഉണ്ടാവും. അതിന്റെ മുകളിൽ വിയറിംഗ് കോട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പിലുള്ളതിനെയാണ് വിയറിംഗ് കോഴ്സ് എന്ന് പറയാം. ഏറ്റവും സബ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഗ്രേഡിന്റെ തൊട്ട് മുകളിലുള്ള ലെയറാണ് എന്ത്? സബ് ബേസ് കോഴ്സ്. അതിന്റെ മുകളിലുള്ളത് ബേസ് കോട്ട് അല്ലെങ്കിൽ സോളിംഗ് കോട്ട് എന്ന് പറയും. അതിന്റെ മുകളിലുള്ളതിന് നമ്മൾ വിയറിംഗ് കോട്ട് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് ഈസ് യൂസ്ഡ് ആസ്. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് എന്ത് റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് വില്ലേജ് റോഡാണ്. എന്താണ് വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മണ്ണും അതേപോലെ തന്നെ മണ്ണാണ് എന്ത് ചെയ്യുക? അവിടെ ബൈൻഡിങ് ഏജന്റ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ, ക്ലേ ആണ് ബൈൻഡിങ് ഏജന്റ് ഉണ്ടാവുക. അതിനെ നമ്മൾ വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറയും. വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ റോഡ് ഫോം ചെയ്യുന്നത്. വെള്ളവും അതേപോലെ തന്നെ കല്ലും മിക്സ് ആയിട്ട് തിക്കായിട്ട് നമ്മൾ എന്താണ് ക്ലേനെ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ശരിക്ക് വാട്ടർ ബൗണ്ട് മെക്കാഡം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ടർ ബൗണ്ട് മെക്കാഡം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വില്ലേജ് റോഡുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബിൽഡിംഗ് ഡ്രോയിങ് ഗീവ്സ് ഡാഷ് ഡീറ്റെയിൽസ്. ഒരു ബിൽഡിംഗ് ഡ്രോയിങ് എന്ത് ഡീറ്റെയിൽസ് ആണ് തരിക? ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കോസ്റ്റ് ആണ് ഒരു ബിൽഡിംഗ് ഡ്രോയിങ് തരുന്നതല്ല, കൺവേയൻസ് ആണ്. കൺവേയൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനെയാണ് കൺവേയൻസ് എന്ന് പറയുന്നത്. കൺവേയൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എന്ത് ചെയ്യില്ല? ബിൽഡിംഗ് ഡ്രോയിങ് തരില്ല. മറിച്ച് കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്നതാണ് ഒരു ബിൽഡിംഗ് ഡ്രോയിങ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം വിഡ്ത്ത് ഓഫ് എ സ്റ്റെയർ ഫോർ എ സിംഗിൾ ഫാമിലി. ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനിമം വിഡ്ത്ത് ഓഫ് എ സ്റ്റെയർ, ഒരു സ്റ്റെയറിന്റെ വിഡ്ത്ത്. അപ്പം നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സാധാരണ എത്രയാണ് ഒരു സ്റ്റെയറിന്റെ വിഡ്ത്ത് കൊടുക്കേണ്ടത്? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സ്റ്റെയറിന് കൊടുക്കുന്ന വീതി, ത്രെഡിന്റെ അല്ല, നമ്മൾ സ്റ്റെയറിന്റെ വീതിയാണ് പറയുന്നത്. സ്റ്റെയറിന്റെ വീതി എത്രയാണ്? ചിലപ്പോൾ 90 സെന്റിമീറ്റർ ആണ് യൂഷ്വലി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത്, എത്രയാണ് മിനിമം, എത്രയാണ് മാക്സിമം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം. ശരിക്കും മനസ്സിലാക്കാം, കേരള ബിൽഡിംഗ് റൂളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സിറ്റ് വേയുടെ വിഡ്ത്ത് പറയുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് വേ സാധാരണയായിട്ട് ഒന്നെങ്കിൽ സ്റ്റെയർ വേ അല്ലെങ്കിൽ ഡോർ വേ ആയിട്ടാണ് എന്ത് ചെയ്യാറ്? പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്റ്റെയറിൽ അവിടെ ഒരു സ്റ്റെയറിന്റെ വീതി എന്ന് പറയുന്നത് 75 സെന്റിമീറ്ററിനേക്കാൾ കുറയാൻ പാടില്ല എന്നാണ്. അതായത് 0.75 മീറ്ററിനേക്കാൾ കുറയാൻ പാടില്ല. ഓൺലി ഇൻ കേസ് ഓഫ് എ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ എന്ത് ചെയ്യാൻ പാടില്ല? 75 സെന്റിമീറ്ററിനേക്കാൾ കുറവ് വീതി സ്റ്റെയറിന് ഉണ്ടാവാൻ പാടില്ല. അപ്പം മിനിമം 75 ഉണ്ടാവണം, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. എന്നാൽ ഇത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടി മാത്രം പറയുന്ന റൂളാണ്. എന്നാൽ ബാക്കിയുള്ള ബിൽഡിംഗ്, വേറെ ഏത് ഒക്കുപ്പൻസി ഉള്ള ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിനൊന്നിനും 1.2 മീറ്ററിനേക്കാൾ
വിഡ്ത്ത് കുറയാൻ പാടില്ല. അപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും അതിലൊരു സ്റ്റെയർ വരുന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും അതിലൊരു സ്റ്റെയർ വരുന്നുണ്ടെങ്കിൽ അത് 1.2 മീറ്ററിനേക്കാൾ കുറയാൻ പാടില്ല. എന്നാൽ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് മാത്രമായിട്ട് 75 സെന്റിമീറ്റർ വരെ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റെയറിന്റെ വീതി കുറച്ച് കൊണ്ടുവരാം. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം, പക്ഷേ മിനിമം 75 എങ്കിലും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള ബിൽഡിങ്ങുകൾക്ക് മിനിമം 1.2 എങ്കിലും ഉണ്ടായിരിക്കണം, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വാഡ്രാന്റൽ ബെയറിംഗ് ഓഫ് സർവേ ലൈൻ ഈസ് മെഷേർഡ് ബൈ. ഒരു സർവേ ലൈനിന്റെ ക്വാഡ്രാന്റൽ ബെയറിംഗ് മെഷർ ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് കോമ്പസ് ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം സർവേസ് കോമ്പസിലാണ് ക്വാഡ്രാന്റൽ ബെയറിംഗ് കിട്ടുക അല്ലേ. അപ്പോൾ സർവേസ് കോമ്പസ് ആണ് ക്വാഡ്രാന്റൽ ബെയറിംഗ് എടുക്കാൻ പറ്റുന്ന കോമ്പസ് എന്ന് പറയുന്നത്. വരാസ് പ്രിസ്മാറ്റിക് കോമ്പസിൽ ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ് കിട്ടുക. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 മുതൽ 360 ഡിഗ്രി വരെ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ സർവേസ് കോമ്പസ് ക്വാഡ്രാന്റൽ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 0 മുതൽ 90 വരെ ഒരു ക്വാഡ്രന്റ്, പിന്നെ 90 മുതൽ 0 വരെ അടുത്ത ക്വാഡ്രന്റ്, വീണ്ടും 0 to 90 വരെ അടുത്ത ക്വാഡ്രന്റ്, അങ്ങനെ 4 ക്വാഡ്രന്റുകളാക്കി തിരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് സർവേസ് കോമ്പസ് വർക്ക് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ട്രഫ് കോമ്പസ്? ട്രഫ് കോമ്പസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഡയറക്ഷൻ മാത്രം കാണിച്ചു തരുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പസ് ആണ് ട്രഫ് കോമ്പസ്. നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പസ് എന്ന് പറയുന്നത്, ബോക്സ് കോമ്പസ് എന്ന് പറയുന്നത് എന്താണ്, ട്രഫ് കോമ്പസ് ആണ് അല്ലേ. അതിൽ ഒരു ലോങ് നീഡിൽ ഉണ്ടാവും. അത് നോർത്ത് ഡയറക്ഷനിലോട്ട് വെച്ചാൽ മാത്രമേ അതിന്റെ നീഡിൽ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ നോർത്ത് മാത്രം കാണിച്ചു തരുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പസ് ആണ് ട്രഫ് കോമ്പസ് എന്നുള്ളത്. ഇനി വാട്ട് ഈസ് ട്യൂബുലാർ കോമ്പസ്? ട്യൂബുലാർ കോമ്പസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ബോക്സ് ആണ് അല്ലേ. ആ ബോക്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് നോർത്ത് കാണും. ട്രഫ് കോമ്പസിന്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയാണ് നമ്മൾ ട്യൂബുലാർ കോമ്പസ് ഉപയോഗിക്കുന്നത്? നമ്മൾ തിയോഡലൈറ്റ് സർവേയിൽ നമ്മൾ ബെയറിംഗ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമ്പസ് എന്ന് പറയുന്നത് ട്യൂബുലാർ കോമ്പസ് ആണ്. സാധാരണ തിയോഡലൈറ്റ് സർവേ, ടാക്കിയോമെട്രിക് സർവേ ഒക്കെ എടുക്കുമ്പോൾ ബെയറിംഗ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂബുലാർ കോമ്പസ് അതിൽ ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്യൂബുലാർ കോമ്പസിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു നീഡിൽ മാത്രമേ കാണുള്ളൂ. ആ നീഡിൽ അലൈൻ ചെയ്ത് നിൽക്കണമെങ്കിൽ, കൃത്യമായി ഒരു പോയിന്റിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നോർത്ത് ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ അതുവരെ എന്ത് ചെയ്യില്ല, അത് അലൈൻ ചെയ്ത് നിൽക്കില്ല, അതിന്റെ 2 വാൾസിൽ തട്ടിയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോമ്പസ് ആണ് ട്യൂബുലാർ കോമ്പസ് എന്നുള്ളത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിപ്പ് ഓഫ് എ കോമ്പസ് നീഡിൽ അറ്റ് ഇക്വേറ്റർ. സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുണ്ടാവും, ഈ ചോദ്യം ഉണ്ടാവും. എന്താണ്, ഒരു കോമ്പസ് നീഡിലിന്റെ ഡിപ്പ് ഇക്വേറ്ററിൽ എത്രയാണ്? നമുക്കറിയാം ഇക്വേറ്ററിൽ അതെന്ത് ചെയ്യും, പ്യൂർലി ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ അവിടെ ഡിപ്പ് ഉണ്ടാവില്ല. ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൊറിസോണ്ടലും ആയിട്ട് നീഡിൽ ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ആംഗിളിനെയാണ് ഡിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേറ്ററിലാണ് അത് 0 ആയിട്ടുണ്ടാവുക. എന്നാൽ അത് പോൾസിലേക്ക് പോകും തോറും അതിന്റെ വാല്യൂ മാക്സിമം 90 ഡിഗ്രി വരെ എത്തും. അപ്പോൾ പോൾസിൽ 90 ഡിഗ്രി ആയിരിക്കും, ഇക്വേറ്ററിൽ 0 ആയിരിക്കും. അത് നോർത്ത് പോളിൽ പോയാലും സൗത്ത് പോളിൽ പോയാലും 90 ഡിഗ്രിയാണ് എന്ത് ചെയ്യുക, ഡിപ്പ് ഉണ്ടാവുക. ഡിപ്പ് മീൻസ് ദ വെർട്ടിക്കൽ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ ആൻഡ് ദി മാഗ്നറ്റിക് നീഡിൽ എന്നാണ് നമ്മൾ ഡിപ്പിന്റെ ഡെഫിനിഷൻ പറയാറുള്ളത്. ഇനി ഡിപ്പ് വെർട്ടിക്കൽ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടെ പറയുന്ന മറ്റൊരു ടേം ഡിക്ലിനേഷൻ ആണ്. ഡിക്ലിനേഷൻ ഈസ് എൻ ഹൊറിസോണ്ടൽ ആംഗിൾ, ദ ആംഗിൾ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് മെറീഡിയൻ ആൻഡ് ദി ട്രൂ മെറീഡിയൻ. ട്രൂ മെറീഡിയനും മാഗ്നറ്റിക് മെറീഡിയനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.